ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ബീഫ് കൊണ്ടാട്ടത്തിന്റെ രുചി വേറെ തന്നെയാണ് അല്ലേ. ആ ഒരു ബീഫ് കൊണ്ടാട്ടം അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ അതല്ലേ. അപ്പം അതെങ്ങനെയാണ് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നല്ല എരിവും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈൻ ചെയ്തൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഇപ്പോഴൊക്കെ കാശ്മീരി ചില്ലി ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും, വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെന്ത് വരുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അന്നേരം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷമായിട്ട് ഞാൻ എടുക്കുന്നത്. വെള്ളം കണ്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്, ഒരു 1/4 ഭാഗം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കി കുക്കായിക്കോളും. ഇനി നമുക്ക് ഈ ഒരു ബീഫെല്ലാം ഈ ഒരു ബീഫിന്റെ ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1/4 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദയും കുറഞ്ഞ ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ബീഫ് സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ആ ഒരു ബീഫ് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ. മിനിമം 1/2 മണിക്കൂർ വെക്കുക മസാലയ്ക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണയിൽ അടയം ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ 1/4 ഭാഗം കുക്കായിട്ടുള്ള ബീഫാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി ഭാഗം ഈ രീതിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുക്കായി കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് 2 ബാച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂണോളം എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് കോരി വെക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 20 ചെറിയുള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നടുക കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാട്ടെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇതിലേക്കും ബീഫ് സ്റ്റോക്ക് ചേർക്കുന്നത് അതിനനുസരിച്ച് വേണ്ട ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ആട്ടെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തീ കൂടാതെ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകും കേട്ടോ. 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പറഞ്ഞ് 4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസിയുമാണ്, നല്ലൊരു ചെറിയൊരു മധുരവും കൂടെയുള്ള അടിപൊളി ആയിട്ടാണല്ലോ. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ബീഫ് സ്റ്റോക്ക് ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബീഫ് സ്റ്റോക്ക് ചേർത്തപ്പോൾ കുറഞ്ഞ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തുള്ള ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഈ ഒരു ബീഫ് ഇതിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതുപോലെ ഈ വെള്ളമൊക്കെ വറ്റിയും വരണം കേട്ടോ. അപ്പോൾ ബീഫ് സ്റ്റോക്ക് ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ തിളച്ച് നമുക്കൊന്ന് വെള്ളമൊക്കെ വറ്റി അടിപൊളി അതിൻ്റെ ഒരു പരുവാവുമല്ലോ. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ അതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടും കേട്ടോ. പിന്നെ ബീഫ് ഞാൻ ആദ്യം 4 വിസിൽ എന്ന് പറഞ്ഞല്ലോ. ഓരോ ബീഫിനനുസരിച്ചാട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.